ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നതും അതുപോലെ തന്നെ നോൺ കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സാണ്. ഫസ്റ്റ് നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് നോക്കും, ദെൻ നമ്മൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദ ജനറൽ പബ്ലിക് ആൻഡ് ഗിവിംഗ് ലോൺസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ദ എയിം ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവ പെർഫോം ചെയ്യുന്നത് ഏതു തരത്തിലുള്ള ഫങ്ഷൻസ് ആണ്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദ ജനറൽ പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗിവിംഗ് ലോൺസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ദ എയിം ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിനു വേണ്ടി ലോൺസ് നൽകുന്നുണ്ട്. ഏതു ലക്ഷ്യത്തോടെ? പ്രോഫിറ്റ് നേടുക എന്ന ലക്ഷ്യത്തോടെ. ഓക്കെ, അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ഗിവിംഗ് ലോൺസുമാണ്. അവരുടെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്നത് അതിൻ്റെ നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്രോഫിറ്റ് സീക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവർ ബിസിനസ് നടത്തുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ബിസിനസ് നടത്തുന്നത്. അതിനാൽ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത് ഫിനാൻസ് ട്രേഡാണ് നടത്തുന്നത്. ഷോർട്ട് ടേം ലോൺസ് എന്ന കൺസെപ്റ്റ് വെച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവരുടെ പ്രധാന ഫങ്ഷൻസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ഗിവിംഗ് ലോൺസുമാണ്. പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ളത്. ഓക്കെ, ഇനി അവർ എന്ത് ചെയ്യുന്നു? ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബോറോവേഴ്സിൽ നിന്ന് ചാർജ് ചെയ്യുകയും എന്നാൽ ഡെപ്പോസിറ്റിന് ലെസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നൽകുകയുമാണ് ചെയ്യുന്നത്. ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു ബോറോവേഴ്സിൽ നിന്ന് ലോൺ നൽകുമ്പോൾ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റേഴ്സിന് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നു. ഇവ തമ്മിലുള്ള ആ ഡിഫറൻസ്, ബോറോ ചെയ്യുമ്പോൾ ബോറോവേഴ്സിൻ്റെ മുകളിൽ ചുമത്തുന്ന ഇൻട്രസ്റ്റും ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവർക്ക് മെയിൻ സോഴ്സസ് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഒരുവിധം ബാങ്ക്സ് എല്ലാം ഇന്ന് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കാറ്റഗറിയിൽ പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ബാങ്ക്സ് ആയിട്ട് അറിയപ്പെടുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, അലഹബാദ് ബാങ്ക്, കാനറ ബാങ്ക്, ആന്ധ്ര ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയവയാണ്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ മോസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ബോറോവിങ്ങും ലെൻഡിങ്ങുമാണ്. ഓക്കെ, ബോറോവിങ് ആൻഡ് ലെൻഡിങ് അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ഓഫ് മണി ടു പ്രൊജക്ട് ടു ഏൺ ഇൻട്രസ്റ്റ്. ബോറോവിങ് ആൻഡ് ലെൻഡിങ് ആണെന്ന് പറഞ്ഞു. അതിന് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റും ലെൻഡിങ് ഓഫ് മണിയുമാണ് പ്രധാനപ്പെട്ട ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചർ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് ബോറോ ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്? ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ബാങ്ക് ബോറോ ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സിന് ഒരു ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട്. അങ്ങനെ ബാങ്ക്സ് ഡെപ്പോസിറ്റേഴ്സിന് നൽകുന്ന ഇൻട്രസ്റ്റും ബോറോവേഴ്സിന് നൽകുന്ന ഇൻട്രസ്റ്റിനെയും എന്താണ് വിളിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. The rate of interest offered by the banks to depositors is called borrowing rate. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സിന് നൽകുന്ന ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബോറോവിങ് റേറ്റ്. ഓരോ ടേംസും അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ദ റേറ്റ് അറ്റ് വിച്ച് ബാങ്ക് ലെൻഡ്സ് ഔട്ട് ഈസ് കാൾഡ് ലെൻഡിങ് റേറ്റ്. ലെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് മുകളിൽ ചേർത്തുന്ന റേറ്റിനെയാണ് എന്ത് പറയുന്നത്? ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള ഡിഫറൻസിന് സ്പ്രെഡ് എന്നാണ് പറയുന്നത്, വിച്ച് ഈസ് അപ്രോപ്രിയേറ്റഡ് ബൈ ബാങ്ക്സ്. ഓക്കെ, അപ്പോൾ ലെൻഡിങ് റേറ്റും ബോറോവിങ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഏതെന്ന ടേം? സ്പ്രെഡ് എന്ന ടേം. കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. സ്പ്രെഡ് എന്ന ടേം ഏതാണ് കാണിക്കുന്നത്? ലെൻഡിങ് റേറ്റും ബോറോവിങ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിൽ വെക്കേണ്ട മറ്റൊരു കാര്യമാണ് എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ല. കാരണം ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ഗിവിംഗ് ലോൺസും ഒരേ സമയം ചെയ്യുന്ന ഈ ഡ്യുവൽ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മാത്രമേ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. രണ്ട് ഡ്യുവൽ ഫങ്ഷൻസാണ് ഇവർ പെർഫോം ചെയ്യേണ്ടത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണെങ്കിൽ ഏതെല്ലാമാണ്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ഗിവിംഗ് ലോൺസും. ഓക്കെ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ബാങ്ക്സ് അല്ല. കാരണം അവർ ലോൺസ് നൽകുന്നില്ല, ജസ്റ്റ്
ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഫങ്ഷൻസിലോട്ട് കടക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻ പ്രധാനമായും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഫങ്ഷൻസ് എന്നും സെക്കൻഡറി ഫങ്ഷൻ എന്നും. ഓക്കെ, പ്രൈമറി ഫങ്ഷൻ എന്നും സെക്കൻഡറി ഫങ്ഷൻ എന്നും. പ്രൈമറി ഫങ്ഷനിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. ബാങ്കുകൾ എന്തു ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബാങ്കുകൾ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് പ്രധാനമായും 3 ഫോംസിലാണ്. ഫസ്റ്റ് വൺ കറൻറ്റ്, സെക്കൻഡ് വൺ സേവിങ്സ് ആൻഡ് തേർഡ് വൺ ഫിക്സഡ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് 3 രീതിയിലാണെന്ന് പറഞ്ഞു. ഏതെല്ലാമാണ്? കറൻറ്റ്, സേവിങ് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. It collects the surplus balance of the individual, firm and finance the temporary needs of commercial transaction. അതായത് ഇവർ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇൻഡിവിജ്വൽസിൻ്റെയോ ഫേംസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഫിനാൻസിൻ്റെയോ കയ്യിൽ ഉള്ള സർപ്ലസ് ബാലൻസിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുകയാണ് ആരും ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക്. അതിനെയാണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫസ്റ്റ് ടാസ്ക്കായിട്ട് കണക്കാക്കുന്നത് കളക്ഷൻ ഓഫ് ദ സേവിങ് ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ സേവിങ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫസ്റ്റ് ഫങ്ഷനായിട്ട് പറയുന്നത്. The bank does this by accepting deposit from its customers. Deposits are the lifeline of bank. ബാങ്കിൻ്റെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ തരം ഡെപ്പോസിറ്റ്സിനെയും കുറിച്ചും പറയാൻ പോവുകയാണ്. നമ്മൾ ഏതെല്ലാം പറഞ്ഞിട്ടുണ്ട്? ഡിമാൻഡ് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, പിന്നെ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സേവിങ് ഡെപ്പോസിറ്റ്. ഓക്കെ, സച്ച് ഡെപ്പോസിറ്റ്സ് ആർ പേയബിൾ ഓൺ ഡിമാൻഡ് ആൻഡ് ആർ ദെയർഫോർ കോൾഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അപ്പം ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണോ ആവശ്യപ്പെടുന്നത്, എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ പേ ചെയ്യേണ്ട, അപ്പോൾ നൽകേണ്ട തരത്തിലുള്ള ഡെപ്പോസിറ്റ് ആണ് എങ്കിൽ അതിനെയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഒരു ഡെപ്പോസിറ്റേഴ്സിന് എത്ര പ്രാവശ്യം വേണമെങ്കിലും അവരുടെ അക്കൗണ്ടിലെ ബാലൻസിനനുസരിച്ച് എത്ര പ്രാവശ്യം വേണമെങ്കിലും വിത്ഡ്രോ ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ നമ്മളുടെ ബാങ്ക് എന്തു ചെയ്യുന്നില്ല? ഇൻട്രസ്റ്റ് ഒന്നും നൽകുന്നില്ല. പകരം ചെക്ക് ഫെസിലിറ്റി നൽകുന്നുമുണ്ട്. കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് നമ്മളുടെ ഡെപ്പോസിറ്റ് ഡിമാൻഡ് ചെയ്യുന്നുവോ ആ സമയത്തെല്ലാം പേയബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. എത്ര പ്രാവശ്യം വേണമെങ്കിൽ മെനി നമ്പർ ഓഫ് ടൈം എന്നാണ് പറയുന്നത്. ഒരു കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റർക്ക് അവരുടെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് പിൻവലിക്കാൻ സാധിക്കും. ഇതിന് മുകളിൽ ബാങ്ക് ഇൻട്രസ്റ്റ് ചുമത്തുന്നില്ല അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നൽകുന്നില്ല, പകരം ചെക്ക് ഫെസിലിറ്റി നൽകുന്നുണ്ട്. ഈ ഒരു അക്കൗണ്ട് പൊതുവേ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബിസിനസ്മാന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് എല്ലാം ആയിരിക്കും. കാരണം അവർക്ക് ലാർജ് എമൗണ്ട്സ് ചെക്സിലൂടെ പിൻവലിക്കേണ്ടതായിട്ടെല്ലാം വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മറ്റൊരു പേരാണ് ടൈം ഡെപ്പോസിറ്റ് എന്നുള്ളത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് മെച്യൂരിറ്റിക്ക് ആയിരിക്കും. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ടൈം ഡെപ്പോസിറ്റ്. ഈ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്യൂ ഡേയ്സിൽ നിന്ന് ഫ്യൂ ഇയേഴ്സ് വരെ അതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവാറുണ്ട്. ഫ്യൂ ഡേയ്സിന് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു ഫ്യൂ ഇയേഴ്സിന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരു ഡെപ്പോസിറ്റർ ഡെപ്പോസിറ്റർ ഡിമാൻഡ് ചെയ്യുന്ന ടൈമിലെല്ലാം ഒരിക്കലും ഈ ഒരു ഡെപ്പോസിറ്റ് പേയബിൾ അല്ല, അത് നൽകാൻ സാധിക്കുകയില്ല. പിന്നെ മറ്റൊരു ഫീച്ചറാണ് ചെക്ക് ഫെസിലിറ്റി. ഇതിന് അലോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ഇനി ഇത് എപ്പോഴാണ് പിന്നെ തിരിച്ച് വിത്ഡ്രോ ചെയ്യാൻ സാധിക്കുക? നമ്മൾ പറഞ്ഞു ഒരു മെച്യൂരിറ്റി പീരീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. ആ മെച്യൂരിറ്റി സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫിക്സഡ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു എമൗണ്ട് നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ദേ ക്യാരി ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. ഇതിന് വളരെയധികം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഒരു പാർട്ട് ഓഫ് മണി സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നില്ല. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടൈം ഡെപ്പോസിറ്റിനെ ക്വാസി മണി അല്ലെങ്കിൽ നിയർ മണി ആയിട്ടെല്ലാമാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് സേവിങ് അക്കൗണ്ട് ഡെപ്പോസിറ്റ്.
സേവിങ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് എന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് സേവ് എന്നത് തന്നെയാണ്. പേര് പറയുന്ന പോലെ തന്നെ സേവ് തന്നെയാണ്. ഇത് എന്ന് പറയുന്നത് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്സിനാണ് ഈ സേവിങ് അക്കൗണ്ട് കൂടുതലായിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇത് കറൻറ്റ് അക്കൗണ്ടിൻ്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ളതാണ് സേവിങ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് എന്നുള്ളത്. ഇതിൻ്റെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന സമയത്ത് ഈ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് പേയബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ചെക്ക് യൂസ് ചെയ്ത് വിഡ്രോ ചെയ്യാനും സാധിക്കും. പക്ഷേ ബാങ്ക് എന്ന് പറയുന്നത് ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അതായത് ഒരു മന്തിൽ 4-5 ചെക്സ് മാത്രമേ സേവിങ് ഡെപ്പോസിറ്റിന് നൽകുന്നുള്ളൂ. അതുപോലെ തന്നെ സേവിങ് ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട്, പക്ഷേ അത് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ കുറവായിരിക്കും. ഇനി അടുത്തതാണ് ഇറ്റ് ഗിവ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അപ്പോൾ ഫസ്റ്റ് വൺ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 3 തരം പറഞ്ഞു. നെക്സ്റ്റ് ഗീവ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അപ്പോൾ മറ്റൊരു സെക്കൻഡ് മേജർ ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ലോണും അഡ്വാൻസസും നൽകുന്നു. പ്രത്യേകിച്ച് ബിസിനസ്മാൻ, എൻ്റർപ്രണേഴ്സ് എന്നിവയിലൂടെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ലോൺ അഡ്വാൻസും നൽകുന്നത്? ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാങ്കിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റാണ്. അതായത് ലോണിൽ നിന്നും അഡ്വാൻസസിൽ നിന്നും ലഭിക്കുന്ന ഇൻട്രസ്റ്റാണ്. അതുകൂടാതെ എ ബാങ്ക് കീപ്സ് സർട്ടൻ പോർഷൻ ഓഫ് ദ ഡെപ്പോസിറ്റ് വിത്ത് ഇറ്റ് സെൽഫ് ആസ് റിസർവ് ആൻഡ് ഗിവ്സ് ദ ബാലൻസ് ടു ദ ബോറോവേഴ്സ് ആസ് ലോൺ ആൻഡ് അഡ്വാൻസസ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ക്രെഡിറ്റ്, ഡിമാൻഡ് ലോൺ, ഷോർട്ട് ടേൺ ലോൺസ്, ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ലോൺ നൽകുന്നതിന് പുറമെ ബാങ്ക് അവരുടെ ഡെപ്പോസിറ്റിൻ്റെ ഒരു പോർഷൻ എന്തായിട്ട് നിലനിർത്തും? റിസർവായിട്ട് നിലനിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈമറി ഫംഗ്ഷനിൽ പ്രധാനപ്പെട്ട 2 ഒന്ന് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും രണ്ടാമത്തെ ലെൻഡിങ് ലോണുമാണ്. ഇനി സെക്കൻഡറി ഫംഗ്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡറി ഫംഗ്ഷൻ ഫസ്റ്റ് വൺ ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ബണ്ടിൽസ്. അപ്പം ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എ പ്രോമിസ് ടു പേ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ഇൻ ഫ്യൂച്ചറിലെ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി പേ ചെയ്യാം എന്നുള്ള പ്രോമിസ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ആൾസോ ബി എൻക്ലാഷ്ഡ് ഏർലിയർ ത്രൂ ഡിസ്കൗണ്ടിങ് പ്രോസസ് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഡിസ്കൗണ്ടിങ് പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിനാണ് ഇതിൻ്റെ ഡിസ്ക്ലോഷർ വെച്ചിട്ടുള്ളത് എങ്കിൽ കൂടിയും കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ സഹായത്തോടെ നമുക്ക് ഏർലിയർ ടൈമിൽ തന്നെ ഇത് എൻക്ലോഷ് ചെയ്യാൻ സാധിക്കും. Alternatively, a bill of exchange is a document acknowledging an amount of money owed to consideration of goods received. ഇനി എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞാൽ എന്താണ്? ഡിസ്കൗണ്ട് അക്നോളജിങ് എൻ എമൗണ്ട് ഓഫ് മണി എന്നാണ്. ഓവഡ് ഇൻ കൺസിഡറേഷൻ ഓഫ് ഗുഡ് റിസീവ്ഡ്. നമുക്ക് ലഭിക്കുന്ന ഗുഡ്സിൻ്റെ കൺസിഡറേഷൻ അനുസരിച്ചുള്ള ഡോക്യുമെൻ്റ് അക്നോളജിങ് ആൻ എമൗണ്ട് ഓഫ് മണിയെയാണ് എന്ത് പറയുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് ഒരു പേപ്പർ അസറ്റ്സ് ആയിരിക്കും. ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു പേപ്പർ അസറ്റ്സ് ആയിരിക്കും. അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു ഫിക്സഡ് ഡേറ്റിൽ പേ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. ഓക്കെ, ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയാണ്. അതായത് നമ്മളുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതെന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ കറൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ഒരു എഗ്രീഡ് ലിമിറ്റ് വരെ അവർക്ക് ഓവർ ഡ്രോ ചെയ്യാൻ സാധിക്കും. അതായത് ബാലൻസ് എമൗണ്ടിന് പുറമെ ഒരു എഗ്രീഡ് ലിമിറ്റ് വരെ അവരുടെ നല്ല ഡെപ്പോസിറ്റേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഓവർ ഡ്രോ ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാലൻസ് ഇല്ലെങ്കിലും ഒരു ബാലൻസ് കഴിഞ്ഞാലും നമ്മളുടെ അക്കൗണ്ടിലെ ബാലൻസ് കഴിഞ്ഞാലും ഒരു പരിധി വരെ ഒരു ലിമിറ്റ് എമൗണ്ട് ഓഫ് അവർക്ക് ഓവർ ഡ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് ഏജൻസി ഫങ്ഷൻസ് ഓഫ് ദ ബാങ്ക് ആണ്. ബാങ്ക്സ് ചില ഏജൻസി ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അവയാണ് ഫസ്റ്റ് വൺ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്. അതായത് ഫണ്ട് ട്രാൻസ്ഫർ, ഒരു പ്ലേസ് ടു പ്ലേസ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, മെയിൽ ട്രാൻസ്ഫർ, ടെലഗ്രാഫിക് ട്രാൻസ്ഫർ എന്നിവയിലൂടെയെല്ലാം പ്ലേസ് ടു പ്ലേസിലേക്ക് ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ആര് സഹായിക്കുന്നു? കൊമേഴ്ഷ്യൽ ബാങ്ക് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ കളക്ഷൻ ഓഫ് ഫണ്ട്സ്. ഇവിടെ ഫണ്ട്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ചെക്സ്, ബില്ല്, ബണ്ടിൽസ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് തുടങ്ങിയവയിലൂടെയെല്ലാം ചെക്സ് ആരുടെ ബിഹാഫിൽ നിന്നുകൊണ്ട്? കസ്റ്റമേഴ്സിൻ്റെ ബിഹാഫിൽ നിന്നുകൊണ്ട് നമ്മളുടെ ബാങ്ക് കളക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത പേയ്മെൻറ്റ് ഓഫ് വേരിയസ് ഐറ്റംസ്.
അതായത് പലതരത്തിലുള്ള ബിൽസ്, ടാക്സസ്, പിന്നെ ഇൻഷുറൻസ് പ്രീമിയം എന്നിവയെല്ലാറ്റിൻ്റെയും പേയ്മെൻറ്റിന് കൊമേഴ്ഷ്യൽ ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ബൈ ചെയ്യുകയും സെൽ ചെയ്യുകയുമുണ്ട്. എന്തിൻ്റെ എല്ലാം? സെക്യൂരിറ്റീസിനെയും അതുപോലെ തന്നെ ഷെയർസിനും ആരുടെ ബിഹാഫിൽ നിന്നുകൊണ്ട്? കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ. നെക്സ്റ്റ് വൺ പറയുന്നത് കളക്ഷൻ ഓഫ് ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ഓൺ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഈസ് മെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇവരിങ്ങനെ ചെയ്തിരിക്കുന്ന ഷെയർ അല്ലെങ്കിൽ ഡിവിഡൻഡ്, അവർ ഏർപ്പെട്ടിരിക്കുന്ന ഡിവിഡൻ്റെയും ഷെയർസിൻ്റെയും ഒക്കെ കളക്ഷനും ഇൻട്രസ്റ്റിൻ്റെ കളക്ഷനും ഒക്കെ നടത്തുന്നത് ഈ ബാങ്ക്സാണ്. ആരുടെ ബിഹാഫിൽ നിന്നുകൊണ്ട്? കസ്റ്റമേഴ്സിൻ്റെ. നെക്സ്റ്റ് വൺ ആക്ട് ആസ് ട്രസ്റ്റി ആൻഡ് എക്സിക്യൂട്ടർ ഓഫ് പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഓൺ അഡ്വൈസ് ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടിയുടെ എക്സിക്യൂട്ടറായിട്ടും ട്രസ്റ്റി ആയിട്ടും ആര് ആക്ട് ചെയ്യുന്നുണ്ട്? നമ്മളുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ആരുടെ അഡ്വൈസ് പ്രകാരം? കസ്റ്റമേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം. ഓക്കെ. നെക്സ്റ്റ് വൺ ലെറ്റർ റെഫറൻസ് ആണ്. ലെറ്റർ റെഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് എക്കണോമിക് പൊസിഷൻ ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ടു ട്രേഡർ ആൻഡ് പ്രൊവൈഡ് സിമിലർ ഇൻഫർമേഷൻ അബൌട്ട് അതർ ട്രേഡർ ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമേഴ്സിന് ട്രേഡേഴ്സിനെ കുറിച്ചും ട്രേഡേഴ്സിന് കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടുമുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ പെർഫോമിംഗ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. എന്തെല്ലാമാണ് ഈ ജനറൽ യൂട്ടിലിറ്റി സർവീസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ട്രാവലേഴ്സ് ചെക്ക്. ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവലേഴ്സ് ചെക്സും ഗിഫ്റ്റ് ചെക്സും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ലോക്കർ ഫെസിലിറ്റി. നമുക്കറിയാം ഓരോ ബാങ്കിലും അവരുടെ കസ്റ്റമേഴ്സിന് സേഫ് കസ്റ്റഡി ആയിട്ട് അവരുടെ ഓർണമെൻറ്റ്സ് ആവാം അല്ലെങ്കിൽ മറ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം സേഫ് കസ്റ്റഡി ആയിട്ട് ആര് വയ്ക്കുന്നുണ്ട്? കൊമേഴ്ഷ്യൽ ബാങ്ക് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടർ റൈറ്റിംഗ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ്, പബ്ലിക് ഓർ പ്രൈവറ്റ് ബോഡീസ്. അപ്പം അണ്ടർ റൈറ്റിംഗ് സെക്യൂരിറ്റിയാണ് മറ്റൊരു ഫംഗ്ഷൻ. അതായത് ഗവൺമെൻറ്റിൻ്റെയും പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് ബോഡീസിൻ്റെ സെക്യൂരിറ്റീസ് അണ്ടർ റൈറ്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. നെക്സ്റ്റ് വൺ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ചിന് പർച്ചേസും സെയിലും നടത്തുന്നത് ആരാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്ര ഫങ്ഷൻസ് നോക്കി ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് നോക്കാൻ പോകുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ പ്രധാനമായും രണ്ട് കാറ്റഗറിയായി തരംതിരിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നും. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബാങ്ക്സുകളെല്ലാമാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഇനി ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആവാനുള്ള ഫീച്ചറാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ₹5 lakh ആയിരിക്കണം. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ₹5 lakh ആയിരിക്കണം. ഓക്കെ. സം ഓഫ് ഇമ്പോർട്ടൻറ്റ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇറ്റ്സ് സബ്സിഡിയറി ബാങ്ക്, നാഷണലൈസ്ഡ് ബാങ്ക്, ഫോറിൻ ബാങ്ക്സ് എക്സെട്ര. അപ്പോൾ ഇത്തരത്തിലുള്ള ഷെഡ്യൂൾഡ് ബാങ്ക്സിനുള്ള എക്സാമ്പിൾസ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സബ്സിഡിയറി ബാങ്ക്സും പിന്നെ നാഷണലൈസ്ഡ് ബാങ്ക്സും ഫോറിൻ ബാങ്ക്സ് എന്നിവ. ഇനി നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്, അതായത് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ബാങ്ക്സാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. അവയ്ക്ക് എന്ത് വേണമെന്നില്ല, ഒരു 5 lakh എന്ന അതുവരെയുള്ള ഒരു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആവശ്യമില്ലാത്ത ബാങ്കുകൾ കൂടിയാണ് എന്തായിട്ട് പറയുന്നത്? ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇവയുടെ ഈ ബാങ്ക്സ് എന്ന് പറയുന്ന സ്മാൾ ബാങ്ക്സ് ആയിരിക്കും. അവരുടെ ഫീൽഡ് ഓഫ് ഓപ്പറേഷനും സ്മാൾ ആയിരിക്കും അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിരിക്കും. ഇനി ഇതിൽ ഇൻഡസ്ട്രിയൽ ബാങ്കും അഗ്രികൾച്ചറൽ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്ക്സും ഉണ്ട്. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡസ്ട്രിയൽ കൺസേൺസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സബ്സ്ക്രൈബിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് കമ്പനീസ് ആൻഡ് ആൾസോ ഗിവ് ലോങ് ടേം ലോൺസ് ടു അക്വയർ മെഷീനറി പ്ലാന്റ്സ് എക്സെട്ര. അപ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് വേണ്ടി അവർ ഷെയർസും ഡിബഞ്ചേഴ്സും ഒരു കമ്പനി ഷെയർസും ഡിബഞ്ചേഴ്സും ബൈ ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ മെഷീനറി പ്ലാന്റ്സ് ഇവയെല്ലാം വാങ്ങുന്നതിന് വേണ്ടി ലോൺസും നൽകാറുണ്ട്. ഓക്കെ. ഇനി അഗ്രികൾച്ചറൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി അതിന് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ ബൈ ചെയ്യുന്നതിന്, അതായത് ട്രാക്ടേഴ്സോ അല്ലെങ്കിൽ ട്യൂബ്വെൽസ് ഇൻസ്റ്റാൾ ചെയ്യുക, ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ നൽകുന്ന സ്ഥാപനമാണ് അഗ്രികൾച്ചറൽ ബാങ്ക്സ്.
ഓക്കെ, നെക്സ്റ്റ് വൺ സേവിങ് ബാങ്ക്സ് ആണ്. സേവിങ് ബാങ്ക്സ് മൊബൈലൈസ് സേവിങ് ഓഫ് ദ പീപ്പിൾ ഇൻ സേവിങ് അക്കൗണ്ട് സേവിങ് ബാങ്ക്. അതായത് സേവിങ് മൊബൈലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് സേവിങ് ബാങ്ക്സ്. പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക്സ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഓർഗനൈസ്ഡ് ബൈ ദി പീപ്പിൾ ഫോർ ദെയർ ഓൺ കളക്റ്റീവ് ബെനിഫിറ്റ്. സ്വന്തം അവരുടെ മാത്രം കളക്റ്റീവ് ബെനിഫിറ്റിന് വേണ്ടി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ബാങ്ക്സിനെയാണ് എന്ത് പറയുന്നത്, കോപ്പറേറ്റീവ് ബാങ്ക്സ്. ദി അഡ്വാൻസസ് ലോൺ ടു ദെയർ മെമ്പേഴ്സ് അറ്റ് ഫെയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് അവർ ഫെയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അവരുടെ മെമ്പേഴ്സിന് ലോൺസ് നൽകുകയാണെങ്കിൽ അതിനെ അഡ്വാൻസ് എന്ന് പറയും. ഓക്കെ, ഈ സിഗ്നിഫിക്കൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണുള്ളത്. സിഗ്നിഫിക്കൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ പറയുന്നത് ഫസ്റ്റ് വൺ, സേവിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു, റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷനെ ആക്സലറേറ്റ് ചെയ്യുന്നു. പ്രൊമോട്ട് സേവിങ് ആൻഡ് ആക്സലറേറ്റ് ദ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. നെക്സ്റ്റ് വൺ, ഇതെന്ന് പറഞ്ഞത് സോഴ്സ് ഓഫ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് ആണ്. ട്രേഡിനും ഇൻഡസ്ട്രിക്കും വേണ്ടിയുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് ആണ്. നെക്സ്റ്റ് വൺ, ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ, ബാക്ക്വേർഡ് ഏരിയാസിലെല്ലാം ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തുകൊണ്ട്. നെക്സ്റ്റ് വൺ, ഇത് എൻ്റർപ്രണേഴ്സിനെ എന്തിനു സഹായിക്കുന്നുണ്ട്, അവർക്ക് ഇന്നോവേറ്റ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും അങ്ങനെ പ്രോസസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്നുണ്ട് നമ്മളുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നെക്സ്റ്റ് പറയുന്നത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസിനും അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് പ്രയോറിറ്റി സെക്ടേഴ്സിനും അഗ്രികൾച്ചർ, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി, റീറ്റെയിൽ, ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് തുടങ്ങിയവയുടെ എല്ലാം ഗ്രോത്തിനുമെല്ലാം ആര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂടുതൽ ലോൺസും അഡ്വാൻസസും നൽകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഒരു ക്യാഷ് ഡെപ്പോസിറ്റേഴ്സിൻ്റെ പെർമിറ്റ്സിനെയും ക്യാഷ് പൊസിഷനെയും കാണും. ഓക്കെ, ഇനി അടുത്തത് ദേ ഹെൽപ്പ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ടു എക്സ്പാൻഡ് ദെയർ ഫീൽഡ് ഓഫ് ഓപ്പറേഷൻ. കൊമേഴ്സിനെയും ഇൻഡസ്ട്രിയുടെയും അവരുടെ ഫീൽഡ് ഓഫ് ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിന് സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന ഹെഡിൽ വരുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ടൈപ്സ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്. ഇനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾസോ നോൺ as നോൺ ബാങ്ക് ഫിനാൻഷ്യൽ companies are financial institutions that offer various banking services but do not have a banking license. അപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മറ്റൊരു പേരാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, NBFCs ഓർ NBFIs. ഓക്കെ, ഇവ എന്ന് പറഞ്ഞാൽ എന്താ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവർ ചെയ്യുന്നതും ബാങ്കിങ് സർവീസസ് ആണ്. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബാങ്കിങ് ലൈസൻസ് ഉണ്ടാവുകയില്ല. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അവർ ഓഫർ ചെയ്യുന്നതും വേരിയസ് ബാങ്കിങ് സർവീസസ് ആണ്. പക്ഷേ അവർക്ക് എന്തുണ്ടാവുകയില്ല, ഒരു ബാങ്കിങ് ലൈസൻസ് ഉണ്ടാവുകയില്ല. Generally, these institutions are not allowed to take traditional demand deposit, readily available funds such as those in checking or saving accounts from the public. അതായത് മറ്റൊരു ഫീച്ചറായിട്ട് പറയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ട്രഡീഷണൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു ലിമിറ്റേഷനാണ് അവർ എന്തിൽ നിന്ന്, ഒരു ബാങ്ക് എന്ന കോൺസെപ്റ്റിൽ നിന്നും, നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ബാങ്ക് എന്നൊരു കോൺസെപ്റ്റിൽ നിന്നും മാറ്റി നിർത്തുന്നത്. ട്രഡീഷണലായിട്ട് പറയുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്തിൻ്റെ കീഴിലാണ് വരുന്നത്, ഡോഡ് ഫ്രാങ്ക് വെൽ സ്ട്രീറ്റ് റിഫോമിൻ്റെയും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരവും. ഇത്തരം കമ്പനീസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, പ്രിഡോമിനേറ്റ്ലി എൻഗേജ്ഡ് ഇൻ എ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി, പ്രിഡോമിനേറ്റ്ലി ഒരു ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് NBFCs എന്ന് പറയുന്നത്. അവിടെ 85% ഓഫ് ദെയർ കൺസോളിഡേറ്റഡ് ആനുവൽ ഗ്രോസ് റവന്യൂസും ഏതിൻ്റെ രൂപത്തിൽ ആയിരിക്കും എന്നാണ് പറയുന്നത്, ഫിനാൻഷ്യൽ നേച്ചറിൽ ആയിരിക്കും. ഓക്കെ, അവരുടെ കൺസോളിഡേറ്റഡ് ആനുവൽ ഗ്രോസ് റവന്യൂൻ്റെ 85% ഏതിൻ്റെ രൂപത്തിലായിരിക്കും, ഫിനാൻഷ്യൽ ഇൻ നേച്ചർ ആണെന്നാണ് പറയുന്നത്.
ഇനി NBFCസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, മോർട്ടഗേജ് ലെൻഡേഴ്സ്, മണി മാർക്കറ്റ് ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഹെഡ്ജ് ഫണ്ട്സ്, പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ്, P2P ലെൻഡേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ചോദിച്ചാൽ അത് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, മോർട്ടഗേജ് ലെൻഡേഴ്സ്, മണി മാർക്കറ്റ് ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഹെഡ്ജ് ഫണ്ട്സ്, പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ്, P2P ലെൻഡേഴ്സ് എന്നിവരെല്ലാം. ഓക്കെ. ഇനി NBFCs എന്ത് ചെയ്യുന്നുണ്ട്? ഓഫേഴ്സ് സർവീസ് സച്ച് ആസ് ലോൺസ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, കറൻസി എക്സ്ചേഞ്ച്, റിട്ടയർമെൻറ്റ് പ്ലാനിംഗ്, മണി മാർക്കറ്റ് അണ്ടർ റൈറ്റിംഗ് ആൻഡ് മെർജർ ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർ ചെയ്യുന്ന മറ്റ് സർവീസസ് എന്തെല്ലാമാണെന്നാണ് നോക്കുന്നത്. ലോൺ ഓഫർ ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് നൽകുന്നുണ്ട്, കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, റിട്ടയർമെൻറ്റ് പ്ലാനിങ്സ് ഉണ്ട്, മണി മാർക്കറ്റ് ഏർപ്പെടുന്നുണ്ട്, അണ്ടർ റൈറ്റിങ്ങും മെർജർ ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു 85% ഫിനാൻഷ്യൽ എന്ന രീതിയിൽ ഫിനാൻഷ്യൽ നേച്ചറിലായിരിക്കും നിലനിൽക്കുന്നുണ്ടാവുക. ഇനി നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ഇൻഷുറൻസ് ഫേംസ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, കറൻസി എക്സ്ചേഞ്ചസ്, സം മൈക്രോ ലോൺ ഓർഗനൈസേഷൻ ആൻഡ് പോൺ ഷോപ്സ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഈ എക്സാമ്പിൾസ് ഏതെല്ലാമാണെന്നുള്ളത് ഇൻഷുറൻസ് ഫേംസ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, കറൻസി എക്സ്ചേഞ്ചസ്, സം മൈക്രോ ലോൺ ഓർഗനൈസേഷൻ ആൻഡ് പോൺ ഷോപ്സ്. ഓക്കെ. These non-bank financial institutions provide services that are not necessarily suited to banks, serve as competition to banks and specialize in sectors or groups. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ബാങ്ക് നൽകുന്ന സർവീസുമായി കറക്റ്റായിട്ട് സ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ബാങ്ക്സിനൊരു കോമ്പറ്റേറ്ററായിട്ട് നിലനിൽക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി റിസ്ക് പൂളിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പെടുന്ന ഒരു കാറ്റഗറിയാണ് റിസ്ക് പൂളിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. എന്താണ് ഈ റിസ്ക് പൂളിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് നോക്കാം. ഇൻഷുറൻസ് കമ്പനീസ് അണ്ടർറൈറ്റ് എക്കണോമിക് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഡെത്ത്, ഇൽനെസ്, ഡാമേജ് ടു ഓർ ലോസ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് അതർ റിസ്ക് ഓഫ് ലോസ്. റിസ്ക് പൂളിംഗ് എന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം റിസ്ക് ഏറ്റെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിനുള്ള എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത് എന്ത്? ഇൻഷുറൻസ് കമ്പനീസ് എന്നുള്ളത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനീസ് എന്താണ് ചെയ്യുന്നത്? ഡെത്തോ ഇൽനെസ്സോ ഡാമേജോ ലോസോ മൂലമുണ്ടാവുന്ന റിസ്ക് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അവരൊരു എക്കണോമിക് പ്രൊട്ടക്ഷനാണ് പ്രോമിസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടായാൽ എക്കണോമിക് പ്രൊട്ടക്ഷൻ ആണ് നൽകുന്നത്. അതായത് ഇത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ളത് പ്രധാനമായും ഇൻഷുറൻസ് കമ്പനീസാണ്. അതൊരു NBFCക്ക് ഉദാഹരണമാണ്. പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനീസ് ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് ഇങ്ങനെ 2 തരത്തിലാണ് ഉള്ളത്. നെക്സ്റ്റ് പറയുന്നത് കോൺട്രാക്ച്വൽ സേവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. കോൺട്രാക്ച്വൽ സേവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻഡിവിജ്വൽ ടു ഇൻവെസ്റ്റ് ഇൻ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾസ് ഇൻ എ ഫ്യൂഡിയറി റാദർ ദാൻ എ പ്രിൻസിപ്പൽ റോൾ. അപ്പോൾ അതായത് സേവിങ് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്ന് നമ്മൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇൻഷുറൻസ് കമ്പനീസ് പോലെയുള്ളതൊന്ന് NBFCയിൽ പെടുന്നു. മറ്റൊന്ന് പറയുന്നത് സേവിങ് കൂട്ടുന്ന അല്ലെങ്കിൽ സേവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസായി നിലനിൽക്കുക. കസ്റ്റമേഴ്സിന് അവർക്കൊരു സേവിങ് പ്ലാറ്റ്ഫോം നൽകുന്നതിനായി നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് കോൺട്രാക്ച്വൽ സേവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ ഇൻവെസ്റ്റ് ദ പൂൾഡ് റിസോഴ്സസ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് ആൻഡ് ഫേംസ് ഇൻ ടു ന്യൂമറസ് ഇക്വിറ്റി, ഡെപ്റ്റ് ആൻഡ് ഡെറിവേറ്റീവ് പ്രോമിസസ്. ഇവിടെ നമ്മളുടെ കസ്റ്റമേഴ്സിന് പലതരത്തിൽ ഇക്വിറ്റി, ഡെപ്റ്റ്, ഡെറിവേറ്റീവ് പ്രോമിസസ് ഇങ്ങനെ പല മേഖലകളിലായിട്ട് സേവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The two most popular examples of contractual saving institutions are mutual funds and private pension plans. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട്സും പ്രൈവറ്റ് പെൻഷൻ പ്ലാൻസും NBFCസിൽ വരുന്നതാണ് നമുക്ക് മനസ്സിലായി. അത് പിന്നെ വേറെ ഏത് അടുത്ത കാറ്റഗറി എങ്ങനെയാണ് പറയുന്നത്? കളക്റ്റീവ് സേവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന കാറ്റഗറിയിലാണ് ഏതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്? മ്യൂച്വൽ ഫണ്ട്സും പ്രൈവറ്റ് പെൻഷൻ പ്ലാൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നത് അതർ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊരു കാറ്റഗറി കൂടിയുണ്ട്. അതിൽ ബ്രോക്കേഴ്സും ഡീലേഴ്സുമാണ് ബ്രോക്കർ ആൻഡ് ഡീലർ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് പ്രധാനമായും വരുന്നത്. അതായത് സച്ച് അസറ്റ്സ് ഇൻക്ലൂഡ് ഇക്വിറ്റീസ്, ഗവൺമെൻറ് ആൻഡ് കോർപ്പറേറ്റ് ഡെപ്റ്റ്സ്, derivatives and foreign currencies. Once an order is received, the market makers immediately sell from its inventory or makes a purchase to offset the loss in inventory. അതായത് ഒരു ബ്രോക്കറും ഡീലറും ഒക്കെ ആയിട്ട് നിലനിൽക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്.
ഏതിൻ്റെ ഇടയിലാണ്? അതായത് ഇക്വിറ്റി ഗവൺമെൻറ് ആൻഡ് കോർപ്പറേറ്റീവ് ഡെപ്റ്റ്സ്, ഡെറിവേറ്റീവ്സ്, ഫോറിൻ കറൻസി എന്നിവയുടെ സെല്ലിങ്ങിൻ്റെയും ബൈയിങ്ങിൻ്റെയും ഇടയിൽ ഒരു ബ്രോക്കറോ അല്ലെങ്കിൽ ഡീലറോ ആയിട്ട് നിലനിൽക്കുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഓർഡർ റിസീവ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യും? ഒരു ഇൻവെൻ്ററി സെല്ല് ചെയ്തുകൊണ്ട് അവർ പർച്ചേസ് നടത്തും എന്നെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാങ്കും കൊമേഴ്ഷ്യൽ ബാങ്കും നമ്മൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നോക്കിയത്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് കൂടി നോക്കിയുമ്പോൾ നമുക്ക് ഈ രണ്ട് ടോപ്പിക്കും ഒന്നുകൂടി ക്ലിയർ ആവും. ഏതെല്ലാമാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോട്ട് റെഗുലേറ്റഡ് ബൈ ഗവൺമെൻറ് ലൈക്ക് ബാങ്ക്സ് ആർ. ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്ന പോലെ NBFCസിനെ ആരും റെഗുലേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്നില്ല. അതായത് അതിൻ്റെ അർത്ഥം രണ്ടിനും, ബാങ്കിനും NBFCസിക്കും സെയിം ലോ അല്ല നിലനിൽക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കസ്റ്റമേഴ്സിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നില്ല. അവർ പകരം എങ്ങനെയാണ് മണി റേസ് ചെയ്യുന്നത്? സെല്ലിംഗ് സെക്യൂരിറ്റീസിലൂടെയും ബോറോവിങ് മണിയിലൂടെയുമാണ് അവരെന്തു ചെയ്യുന്നത്? മണി റൈസ് ചെയ്യുന്നത്, അല്ലാതെ ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ടല്ല. നെക്സ്റ്റ് വൺ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബാങ്ക് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊരു റിസർവ്, അത് രണ്ട് തരത്തിൽ റിസർവ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. CRR ആയിട്ടും SLR ആയിട്ടും ഒക്കെ റിസർവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരാവശ്യം ഏതിൽ വരുന്നില്ല? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് subject to the same capital requirement as banks are not subject to the same capital requirements as banks. നമ്മൾ പറഞ്ഞു, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ചില ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത്തരം ഒരു ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഉള്ളവയെ മാത്രമേ ബാങ്ക്സ് എന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുകയുള്ളൂ. പക്ഷേ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അങ്ങനെ ഒരു ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായാൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു റിസർവ് സൂക്ഷിക്കണം എന്ന നിയമമൊന്നും നിലവിലില്ല. ലാസ്റ്റായിട്ട് പറയുന്നത്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ആർ നോട്ട് സബ്ജക്ട് ടു ദ സെയിം ലെൻഡിങ് റെസ്ട്രിക്ഷൻസ് ആസ് ബാങ്ക്സ്. ബാങ്കിൻ്റേതുപോലെ ലെൻഡിങ് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിലനിൽക്കുന്നില്ല. This means that they can lend money to anyone they choose without having to follow the government guidelines. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഗൈഡ്ലൈൻസ് ഒന്നും നോക്കാതെ ആർക്കു വേണമെങ്കിലും ഇവർക്ക് ആവശ്യമുള്ളത്രയും മണി ലെൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നോക്കുന്നതിലൂടെ നമ്മളുടെ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കും അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നോക്കിക്കഴിഞ്ഞു. അവ തമ്മിലുള്ള ഡിഫറൻസും നോക്കിയിട്ടുണ്ട്. കറക്റ്റായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ് കേൾക്കുക, വായിക്കുക, PDF വായിക്കുക, ക്ലിയർ ആവുന്നതാണ്. താങ്ക് യു.